ഓക്കെ എന്നാ ഇവരെ വെച്ച് തന്നെ തുടങ്ങാം. എന്താ സംഭവം അറിയില്ല, ഞാനിപ്പോ എത്തിയുള്ളൂ. ഇവരാരൊക്കെയാണ്? ഇവരൊക്കെയാണ് രണ്ടുപേരെ. ഇന്ന് ഡബിളാ. എന്താണെന്ന് വെച്ചാ ഒന്ന് തെളിച്ച് പറ. ജഡ്ജിങ്ങിനെ കുറിച്ച് കാവ്യ മാധവൻ ഓർ മഞ്ജു വാര്യർ? എന്താ ഇവിടെ ചോദ്യത്തിന് ശേഷം ഞാൻ പ്രതീക്ഷിച്ച ചോദ്യം, ഞങ്ങളൊന്നും കാണുന്നുമില്ല കേൾക്കുന്നുമില്ല, ഞങ്ങൾ ബധിരനും മൂകനുമാണ്. ദിലീപ് ഓർ പൾസർ സുനി? വേണ്ട നീ പലതവണ പറഞ്ഞതാ, കേട്ടില്ല. ഞാൻ തന്നെ എന്നും എല്ലാതിരിക്കുന്നു. അംഗം മുറുകിയത് അത് കൊള്ളാം കേട്ടോ. എന്തെല്ലാം പ്രതീക്ഷകളായിരുന്നു, എല്ലാം തകർത്ത് കളച്ചല്ലോളിയാ. തകർന്നത് നമ്മളല്ലേടാ രാജപ്പ, അളിയൻ രക്ഷപ്പെട്ടില്ലേ? അങ്ങനെ ചോദ്യം വേണമെന്ന് ചോദിക്കാം. വേണ്ട കണ്ടാത്തോണ്ട ചോദിക്കണ്ട. പറഞ്ഞല്ലോ ഒരു അബദ്ധം. അബദ്ധങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയാണല്ലോ നിന്റെ ജീവിതം. ചോദിച്ചോ? വേണമെങ്കിൽ നിന്റെ കാല് പിടിക്കാം, എന്റെ ജോലി ഇല്ലാതാക്കരുത്. പിന്നെ ലക്ഷ്മിയുടെ നമ്മളെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ താനുണ്ടാവും എന്റെ കൂടെ. ലക്ഷ്മിയുടെയും ശോഭയുടെയും ഇംഗ്ലീഷിൽ തന്നെ ഒരു വ്യത്യാസമുണ്ട്. കർത്താവിന്റെ നാമത്തിൽ ബാക്കി പറയരുത്. ചെറിയൊരു ബ്രിട്ടീഷ് ആക്സന്റ് കയറിയിട്ടുണ്ട്. ശോഭ പുറത്തു പോയിട്ട് പറയുന്ന കേട്ടു, നീ എവിടെ പോയാലും എന്നെ വിളിക്കണല്ല പറയുന്ന കേട്ടു, can I have one glass of chai and പഴംപൊഴി എന്തോ പറഞ്ഞു. ശോഭ പഴംപൊരിയുടെ ഇംഗ്ലീഷ് അറിയില്ലേ? ബനാന ഫ്രിറ്റേഴ്സ്. ഞാൻ ഉദ്ദേശിച്ച സാധനമല്ല. ഇപ്പൊ തലയും കുറിച്ചിരുന്നിട്ട് കാര്യമില്ല. എന്തൊക്കെയായിരുന്നു സാജൻ ചേട്ടന് ശോഭ അണിയിച്ചു കൊടുത്ത പൊന്നാട ഇവ ഇത് കരയ്ക്കും പോകത്തില്ല വെള്ളത്തിലും പോകത്തില്ല എന്ന് പറഞ്ഞ പോലെ ആയല്ലോ. ശോഭയുടെ സ്വന്തം കമ്പനിയായ വീവേഴ്സ് വില്ലേജ് ഇംഗ്ലണ്ടിൽ തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള കൈക്കൂലിയാണെന്നും കൂടെ ഓർമ്മിപ്പിക്കുന്നത്. അതല്ലെങ്കിൽ അവൻ എങ്ങനെ അറിയുന്നതൊക്കെ? നിന്റെയും അവളുടെയും എല്ലാ അനക്കങ്ങളും അവൻ അറിയുന്നുണ്ട്. ശോഭയത് ഒരു ചാൻസ് ഇട്ടപ്പോഴേക്കും തളപ്പെട്ട് കയറല്ലേ. നീയല്ലേ സ്റ്റേജിൽ എന്നോട് പറഞ്ഞേ നീ എന്നെ നാട്ടിക്കരുത്. ശോഭയുടെ കഴിഞ്ഞല്ലോ അല്ലേ കോട്ട? ഇനിയിപ്പോ എന്ത് ചെയ്യും? ബുദ്ധിപൂർവ്വം നീങ്ങിയാൽ നമുക്ക് രക്ഷപ്പെടാൻ വഴിയുണ്ട്. എങ്ങനെ? അത്രയും റെസ്പെക്ട് ആ ഓർഗനൈസേഴ്സിനോട് ഉള്ളത് കൊണ്ടാണ് ഞങ്ങളെ വിളിച്ചപ്പോ, കാര്യമായിട്ട് വിളിച്ചപ്പോ ഞങ്ങൾ പോയത്. പിന്നെന്താ ഞാനിതൊക്കെ ചെയ്യാൻ കാരണം? എന്റെ മനുഷ്യത്വം, വേറെ മനുഷ്യത്വം. എന്നിട്ട് അവരുടെ ഒരു ചാനലിന് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ഞങ്ങളെ മുഖത്ത് കരിവാരി തേച്ച്, എന്നിട്ട് അവൻ എന്നോട് ഇങ്ങനെ പെരുമാറണേ. ഞങ്ങളുടെ തലയിൽ അത് കൊണ്ടിട്ട് ചെയ്തത് ഒട്ടും ശരിയല്ല. ഒക്കെ കണ്ടുകൊണ്ട് നിൽക്കുമ്പോ ഉള്ളിൽ തിളക്കായിരുന്നു. ഇത്രയും നേരം കൺട്രോൾ ചെയ്ത പാട് എനിക്കറിയും. ഇതെന്ത് ന്യായം, ഇതെന്ത് നീതി, ഇതെന്ത്? ആ ചോദ്യം ഓൾറെഡി അവര് സ്ക്രിപ്റ്റഡ് ആയിട്ട് തന്ന ചോദ്യമാണ്. ശബത്തി കുത്താതെ അളിയാ, ഒരു അബദ്ധം പറ്റിപ്പോയി. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ആ കുട്ടികൾക്ക് നേരത്തെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒക്കെ നമ്പർ ആയിരുന്നു അല്ലേ? ക്വസ്റ്റ്യൻ നേരത്തെ കൊടുത്തിരുന്നു ചേച്ചി പറഞ്ഞത്. 101% I have got the proof. തരികിടയാണല്ലേ? എന്നെ ചതിക്കരുത്, എന്നെ അവതാളത്തിലാക്കിയാലേ ഞാൻ തന്നെ കൊണ്ടേ പോവും. 21 ക്വസ്റ്റ്യനെ തന്നിട്ടുള്ളൂ. അതിനകത്ത് 21 കണ്ടസ്റ്റൻസ് ഉണ്ട്. നിങ്ങളാണെങ്കിൽ എന്ത് ചെയ്യും? ലാസ്റ്റ് മിനിറ്റ് ആണ് ചോദിക്കില്ലായിരുന്നു. ആ കുട്ടി എന്തുകൊണ്ട് അത് പ്രതികരിച്ചില്ല? അതിന്റെ ഈ കുട്ടി വോയിസ് റേസ് ചെയ്തിരുന്നെങ്കിൽ ആ ക്വസ്റ്റ്യൻ അതിലുണ്ടാവില്ലായിരുന്നു. എനിക്ക് ഈ നടിനെയാണ് ഇഷ്ടം, ബിക്കോസ് അവർ ഈ ക്യാരക്ടേഴ്സ് ഒക്കെ പെർഫോം ചെയ്തിട്ടുണ്ട്. ഈ ക്വാളിറ്റീസ് ഒക്കെ ഉണ്ടെന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല. അപ്പൊ അത് എടുത്തു മാറ്റേണ്ടിയിരുന്ന ഓർഗനൈസേഴ്സിന്റെ തെറ്റാണ്. പരിപാടിയുടെ പോയി വെടിമരുന്ന് നിറച്ചവർക്കും തീ കൊളുത്തിയവർക്കും അല്ലയോ ഒച്ചയായിട്ടവർക്കാണോ കേസ്? ഞാനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നോ ഞാൻ ഈ കാര്യം അറിയാം? വിചാരിച്ചില്ല വൈറലാവുമെന്ന് വിചാരിച്ചില്ല എന്നാണ് അവൻ എന്നോട് പറഞ്ഞത്. ഞാനൊന്ന് നിനക്ക് ഇവന്റെ കൂടെ പോയിക്കൂടെ? പോകാമായിരുന്നു. ഈ നാടും കൂടെ വിട്ട് ഇവന്റെ കൂടെ പോയാ പിന്നെ എനിക്ക് നാട് വിട്ടു പോകാൻ ഒരു നാടില്ലാതാകൂലേ ഈ ഭൂപടത്തില്?